എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പൈൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫിൽ നിങ്ങൾക്ക് ശരിക്കുമുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു വ്യക്തിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്നേഹം ലഭിക്കുമോ അങ്ങനെയൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഈ റീഡിംഗ് അങ്ങനെയുള്ളവർക്കാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ ഫീലിങ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ സത്യസന്ധമായ സ്നേഹം ആഗ്രഹിക്കുന്നു പക്ഷെ അത് ലഭിക്കുന്നില്ല, അങ്ങനെ നോക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇവിടെ ഞാൻ 3 കാർഡ്സ് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഇഷ്യൂ എന്താണോ അതിനെക്കുറിച്ചൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. ഒരു 2-3 പ്രാവശ്യം ദീർഘമായൊരു ശ്വാസം എടുത്ത് ആ ഒരു വിഷമമോ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ അലട്ടുന്നത് അത് നിങ്ങൾ ഓർത്തുകൊണ്ട് പുറത്തേക്ക് ശ്വാസം വിടുക. അങ്ങനെ 2-3 പ്രാവശ്യം നിങ്ങൾ ചെയ്തതിന് ശേഷം ഈ കാർഡിലേക്ക് നോക്കുമ്പോൾ ഏത് കാർഡിനോടാണോ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത് ആ ഒരു കാർഡ് സെലക്ട് ചെയ്യാം. നിങ്ങൾ അങ്ങനെ സെലക്ട് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം എടുക്കാൻ പോകുന്ന കാർഡ് എന്ന് പറയുന്നത് ഏഞ്ചൽ കാർഡാണ്. അപ്പോൾ ആദ്യത്തെ കാർഡ് നോക്കാം എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്ന്. അപ്പോൾ ബേസിക്കായിട്ട് മനസ്സിലാവുന്നത് പുറമേക്ക് നിങ്ങളുടെ ആ വ്യക്തി ഒരുപാട് സ്നേഹം കാണിക്കുകയും പുറമേക്ക് മറ്റുള്ളവർക്ക് ഭയങ്കര ഗുണമൊക്കെ ചെയ്യുന്ന ഒരു ആളാണ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അടുക്കാൻ പറ്റാത്ത ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ്. പക്ഷെ പുറമേക്ക് നോക്കിയാലോ എല്ലാവരും ഗുണം മാത്രം പറയുന്ന വളരെ നല്ല സ്വഭാവത്തിനുടമയായ ഒരു ആളെന്നാണ് ബാക്കി എല്ലാവരും വിശ്വസിക്കുന്നതും. ആ രീതിയിലാണ് എല്ലാവരും ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ അടുത്ത് മാത്രം വേറൊരു രീതിയിലുള്ള ബിഹേവിയറും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ബിഹേവിയർ അല്ല. എപ്പോഴും കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികമായും ശാരീരികമായും ഒരുപാട് വേദന തരുന്നൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്, അതുകൊണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ ഈ റീഡിങ്ങും നോക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ള മെസ്സേജ് എന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് മനസ്സിലാവുന്നത് തുടക്കത്തിൽ കുറച്ച് എന്താ പറയുക, നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുമിച്ച് സ്വപ്നം കാണുകയും അതൊക്കെ നടക്കും ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടതാണ്. നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ ഫാമിലി ലൈഫും അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ നിങ്ങൾ കണ്ടിരുന്നു. അങ്ങനെ ആവും ലൈഫ് എന്നാണ് വിചാരിച്ചത്. അങ്ങനെ ആയിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു പ്രൊപ്പോസൽ വന്നപ്പോൾ, അതല്ലെങ്കിൽ ഓൾറെഡി വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊപ്പോസൽ ആയിരുന്നിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ഒരു ലവ് അഫെയർ ആണെങ്കിൽ തുടക്കത്തിൽ വളരെയധികം സ്നേഹം കാണിക്കുകയും അപ്പോൾ നിങ്ങൾ പുറമേ നിന്ന് നോക്കുമ്പം വളരെ തങ്കപ്പെട്ട സ്വഭാവമുള്ളൊരു മനുഷ്യനായിട്ട് തോന്നിയത് കൊണ്ട് ഉടനെ യെസ് പറഞ്ഞതാവാനും സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോഴും നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് മാതിരി മുറിവുകളോടെ മുറിവുകളാണ്. അതായത് മാനസികമായും ശാരീരികമായും നിങ്ങൾക്ക് ഒരു രക്ഷയില്ലാത്ത ഒരു റിലേഷൻഷിപ്പായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ്. നിങ്ങളൊട്ടും ഹാപ്പിയല്ല. ഉള്ളിൽ നിന്നൊക്കെ നമ്മൾ മരിക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ നിങ്ങൾക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ കടന്നു പോവുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഈ ഒരു വിഷമത്തിൽ നിന്ന് കരകയറാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ആരോടും തുറന്നു പറയാനും സാധിക്കുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എന്താവുമെന്ന് അറിയില്ല. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ആകെ മനസ്സിൽ നോക്കിയാൽ ചുറ്റിനും നോക്കുമ്പം ഇങ്ങനെ ഇരുട്ട് കയറിയ പോലത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന പോലെ തോന്നുന്നു. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ തളർന്നു പോവുകയല്ല വേണ്ടത്. അപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശക്തിയിൽ നമ്മൾ തിരിച്ചു വരേണ്ടത്. ഈ ഫീനിക്സ് പക്ഷിനെ കണ്ടില്ലേ, ഏറ്റവും ലോ ഫേസ് കൂടെ പോയാലും അതിലും ശക്തമായിട്ട് മുകളിലേക്ക് വരാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. പക്ഷെ ആ ശക്തി നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ പിന്നെ രക്ഷയില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ചേരുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടക്കണം. എങ്ങനെ പുറത്ത് കടക്കും എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. എങ്ങനെ ഈ ഒരു വ്യക്തിനെ നോ എന്ന് പറയും, അവിടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് സംശയം. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഏറ്റവും അടുത്ത
കൂട്ടുകാർ, അതല്ലെങ്കിൽ മാതാപിതാക്കളായിരിക്കാം, ചിലർക്ക് സഹോദരങ്ങളായിരിക്കാം, ചിലർക്ക് കലീഗ്സ് ആയിരിക്കാം. നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്ന നിങ്ങളുടെ സ്നേഹമുള്ള വ്യക്തികളുടെ സപ്പോർട്ടും കൂടെ നിങ്ങൾ എടുക്കണം ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നാണ് നിങ്ങളുടെ യൂണിവേഴ്സിന് പറയുന്ന മെസ്സേജ്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും സ്വസ്ഥത കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇതിൽ നിന്ന് മാറണം എന്നാണ്. കാരണം പുറമേക്ക് വേറൊരു സ്വഭാവം, നിങ്ങളുടെ അടുത്ത് വേറെ സ്വഭാവം ആകുമ്പോൾ വിവാഹമൊക്കെ കഴിയുമ്പോഴും ഇതൊരു നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കില്ല. വിവാഹം കഴിഞ്ഞവർക്ക് ഓൾറെഡി അറിയാം ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ചിന്തയാണ്. അപ്പോൾ നിങ്ങളുടെ പാരൻസായിട്ട് നിങ്ങളത് ഡിസ്കസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു രക്ഷയുണ്ടാവൂ. അപ്പോൾ ഇതിനകത്ത് നമുക്കിത് ഐ ലവ് യു എന്ന മെസ്സേജാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി എപ്പോഴും നിങ്ങളോട് പറഞ്ഞൊരു കാര്യമായിരിക്കും, എന്ത് ഇഷ്യൂ വരുമ്പോഴും നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്, സ്നേഹത്തിൻ്റെ ബേസിസിലാണ് എല്ലാം എന്ന് പറഞ്ഞ് നിങ്ങളെപ്പോഴും സുഖിപ്പിക്കും. നിങ്ങൾ ആ ഒരു ഇതിൽ വീഴുകയും ചെയ്യും. എങ്ങനെയാണ് ഇത്രയും സ്നേഹമുള്ളൊരു വ്യക്തിനെ ഞാൻ വേദനിപ്പിക്കുക എന്നൊക്കെ ഓർത്ത് നിങ്ങൾ ആ ഒരു ഇതിൽ എപ്പോഴും വീണുകൊണ്ടിരിക്കുകയും ചെയ്യും. എത്രയൊക്കെ ദ്രോഹിച്ചാലും നിങ്ങൾ പിന്നെയും തിരിച്ചു ചെല്ലുമെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം. അതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി ഇങ്ങനത്തെ ഒരു ബിഹേവിയർ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ടില്ല എങ്കിൽ പിന്നെ നമ്മൾ ആരെയും രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കില്ല. പിന്നെ യൂണിവേഴ്സ് പറയുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. തൽക്കാലം നിങ്ങളുടെ ഹാപ്പിനെസ് തരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, നിങ്ങളുടെ ഹോബീസും നിങ്ങൾ എന്തിലാണോ നിങ്ങൾക്ക് സന്തോഷം തരുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്താം. അതുപോലെ നിങ്ങൾക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ട് എന്നാണ് യൂണിവേഴ്സിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്ന്. അപ്പോൾ അവരുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, അവിടെ നിങ്ങളെ വിഷമങ്ങൾ പറയാം. അതായിരിക്കാം ഒരു പക്ഷേ നിങ്ങളെ ഏറ്റവും സപ്പോർട്ടായിട്ട് വരുന്നത്. നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ക്ലോസ് ആയിട്ടുള്ള നല്ല ഫ്രണ്ട്സ് ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പിൻ്റെ സഹായത്തോടെ വേണം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഇനിയൊരു ലവ് ലൈഫ് ഉണ്ടോ, അതല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നോക്കാം. ഈ ഒരു അതിൽ നിന്ന് രക്ഷപ്പെട്ട് വേറൊരു പുതിയ ലൈഫിലേക്ക് നമുക്ക് കയറാൻ പറ്റുമോ, അതോ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ, എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. മൂവിങ് ഓൺ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ട്രോമ തരുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. വിവാഹം കഴിഞ്ഞവർക്കാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഡിവോഴ്സിലേക്കാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത കാർഡിൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കാർഡ് ഒരു യെസ് കാർഡാണ്. അപ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ടാവാം, പല രീതിയിൽ നോക്കുന്ന ഒരു കാർഡാണിത്. ജസ്റ്റ് പ്രപ്പോസൽ കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യാനുള്ള ടൈം ആയി, അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യാം, അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് എന്ന മറുപടി കിട്ടും എന്നാണ്. അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെസ് പറയാം. ഇപ്പോൾ ഒരു നല്ലൊരു ടൈമാണെന്നാണ് മനസ്സിലാവുന്നത്. അതേസമയം എനർജി റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനും പറ്റിയ ടൈമാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി എന്താണ് യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് മൊത്തം 4 കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളിങ്ങനെ എന്താ പറയുക, നിങ്ങൾക്ക് ഈ കാർഡ് കിട്ടിയിരിക്കുന്ന ആൾ ഒരുപാട് നാളായിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ റിലേഷൻഷിപ്പൊക്കെ ഉണ്ടെങ്കിലും ലോൺലിനെസ് അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ട് നിങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്, എപ്പോഴാണ് നല്ലൊരു ബന്ധം വരിക, അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു റിലേഷൻഷിപ്പ് സംഭവിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ എപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ പോയാലും അതിന് നിങ്ങൾക്ക് എപ്പോഴും എന്താ പറയുക, അതിൽ നിന്ന് ആഗ്രഹിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങൾ അവസാനം വിഷമത്തിൽ ആവുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം ചിലർക്കൊക്കെ ഈ കാർഡ് സെലക്ട് ചെയ്ത കുറേ പേർക്കൊക്കെ റിലേഷൻഷിപ്പിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് റിലേഷൻഷിപ്പും ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് വന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ വിവാഹ ആലോചനയായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പ്രൊപ്പോസൽ ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് അത് നിങ്ങൾക്ക് ചേരുന്ന ഒരു റിലേഷൻഷിപ്പാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്.
മറ്റു ചിലർക്ക് അത് നിങ്ങളുടെ വ്യക്തി, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന ചില വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരുന്ന ഒരാളായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അതിനൊരു റിട്ടേൺ കൂടെ കാണുന്നുണ്ട്. അപ്പോൾ റിട്ടേൺ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. ഇനി വേറെ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ യൂണിവേഴ്സിന് എന്നുകൂടെ നമുക്ക് നോക്കാം. മറ്റു ചിലർക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങളുടെ ഒരുപാട് ചാലഞ്ചസ് വരുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ യെസ് പറഞ്ഞാലും നിങ്ങളുടെ പാരൻസ് ചിലപ്പോൾ യെസ് എന്ന് പറഞ്ഞില്ല എന്ന് വരും. അപ്പോൾ അവിടെ ഒരു ഫൈറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്ങനെയാണ് പാരൻസിനെ വിഷമിപ്പിക്കുക എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് വിഷമിക്കുന്ന സിറ്റുവേഷൻ കാണുന്നുണ്ട്. ചിലർക്ക് ഒളിച്ചോടി പോകേണ്ട സിറ്റുവേഷൻ, അല്ലെങ്കിൽ പാരൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് വിവാഹം കഴിക്കേണ്ട സിറ്റുവേഷനും കാണുന്നുണ്ട് കുറച്ച് പേർക്ക്. അപ്പം നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന വെച്ചാൽ നിങ്ങൾ അത്ര ശരിയല്ല, അതല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് തീരെ ഒരു സ്നേഹമില്ലാത്ത സിറ്റുവേഷനായിട്ടാണ് മനസ്സിലാവുന്നത്. നിങ്ങളൊരു തലവേദനയായിട്ടാണ് നിങ്ങളുടെ വ്യക്തി കാണുന്നത്. അപ്പം ഈ കാർഡ് സെലക്ട് ചെയ്ത കുറേ പേർക്ക് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എപ്പോഴും ഈ ലോൺലിനെസ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ അഭിപ്രായത്തിൽ നിങ്ങൾ അത്ര നല്ല രീതിയിലല്ല ബിഹേവ് ചെയ്തത് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലം പാലിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്ത കുറേ പേർക്ക് ഈ ഒരു റീസൺ ആണ്. അപ്പോൾ നമ്മൾ കുറേ ലവ് റീസൺസ് നമ്മൾ വായിച്ചു. അപ്പം ഈ ഒരു കാർഡിൻ്റെ മീനിങ് അതല്ലെങ്കിൽ യൂണിവേഴ്സ് മെസ്സേജ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ലാസ്റ്റ് കാർഡിൻ്റെ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ലാസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്ന ആൾക്കാരുടെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ എൻവിയാണ്. അപ്പോൾ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കോ നല്ല അസൂയ, അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചിരുത്തുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളെ അങ്ങ് വിട്ടുകൊടുക്കാനായിട്ട് ആഗ്രഹിക്കാത്ത പൊസസീവായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് മനസ്സിലാവുന്നത്. അത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കാണുന്നത്. അത് ഹീൽ ചെയ്യാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമാണ്. ആർക്കും അതിനകത്തൊരു സക്സസ് ഒന്നും വരില്ല. അങ്ങനത്തെ ഇഷ്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ റിലേഷൻഷിപ്പൊക്കെ നമ്മൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. കാരണം ഈ പൊസസീവ്നെസ്സും അസൂയയും ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ വ്യക്തിയോ അതല്ലെങ്കിൽ നിങ്ങളോ ഒരാൾ നിങ്ങളുടെ മോസ്റ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആണുങ്ങൾ ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് മനസ്സിലാവുന്നത്. അവരെപ്പോഴും നിങ്ങളെ ഭരിക്കുന്ന ഒരാളായിട്ടാണ് മനസ്സിലാവുന്നത്. നിങ്ങളിങ്ങനെ പേഷ്യൻസോടെ, അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതാണോ സ്ത്രീകൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, അവർ വളരെ ക്ഷമയോടുകൂടി ഈ റിലേഷൻഷിപ്പിനെ എങ്ങനെയെങ്കിലും കരക്കടുപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് വിഷമങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് പുരുഷന്മാർക്കല്ല സ്ത്രീകൾക്കാണ്. അവരിങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പം എങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവില്ല. കാരണം ഈ റിലേഷൻഷിപ്പിൻ്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ ഒരു അസൂയ, അല്ലെങ്കിൽ വേറെ ആരെയോ കാണിക്കാനോ അങ്ങനത്തെ ഒരു കാര്യമായിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ഈ ലൈഫ് നമുക്ക് മനസ്സിലാവും അത് ശരിയാവില്ല എന്നുള്ളത്. അപ്പം ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറും എന്നുള്ളതാണ് യൂണിവേഴ്സിൻ്റെ മെസ്സേജ്. അതാണ് ഫൈനലായിട്ട് സംഭവിക്കാൻ പോകുന്നത്. മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് കുറച്ചധികം ആൾക്കാർക്കെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവില്ല. മറ്റു ചിലർ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത്, സ്ത്രീകൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാൽ മാത്രം ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ മുന്നോട്ട് പോകും. അതല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ മനസ്സിലാവുന്നത് ഒരുപാട് മിസ്റ്റേക്സ്, കുറേ പേർക്ക് മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് വരുന്നത്. വേറെ ചിലർക്കാണെങ്കിൽ എപ്പോഴും ഷോക്കിംഗ് ആയിട്ടുള്ള ബിഹേവിയറാണ് നിങ്ങളുടെ വ്യക്തി തന്നുകൊണ്ടിരിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നെഗറ്റീവ് എനർജീനെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറേ പേർക്കെങ്കിലും അതിൽ നിന്ന് മാറിയാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നുള്ളതാണ് യൂണിവേഴ്സിൻ്റെ മെസ്സേജ്. അപ്പോൾ എല്ലാവർക്കും ഈ 3 പൈൽ കാർഡ് റീഡിങ്ങും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും പുതിയ ഒരു റീഡിങ്ങുമായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.